ഹായ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് റബ്ബർ ബോർഡ് നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ പരിചയപ്പെടുത്താനാണ്. അതായത് റബ്ബർ ടാപ്പർമാരുടെ മക്കൾക്ക് റബ്ബർ ബോർഡ് നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുക. റബ്ബർ ടാപ്പർമാരുടെയും സ്വയം റബ്ബർ ടാപ്പ് ചെയ്യുന്ന കർഷകൻ്റെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി റബ്ബർ ബോർഡ് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസിൻ്റെ ഒരു നിശ്ചിത ശതമാനവും അവർക്ക് നൽകുന്നതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. +1, +2 വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിന് അർഹതയുണ്ട്. എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? +1, +2 വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിച്ച് 2 മാസത്തിന് ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. എന്നാൽ ആ അധ്യയന വർഷത്തിലെ ഫെബ്രുവരി 28 മുൻപായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകണം. മറ്റു കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതി മുതൽ 4 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. നമുക്കതിന് പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്ന് നോക്കാം. ഏറ്റവും കുറഞ്ഞത് റെയിൻ ഗാർഡ് ചെയ്ത 150 റബ്ബർ മരമെങ്കിലും ദിനംപ്രതി ടാപ്പ് ചെയ്യുന്ന 1 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള റബ്ബർ ടാപ്പർ ആയിരിക്കണം. വിദ്യാഭ്യാസ സ്റ്റൈപ്പൻഡ് ഒരു റബ്ബർ ടാപ്പറെ സംബന്ധിച്ച് തൻ്റെ 2 കുട്ടികൾക്ക് നൽകുന്നതാണ്. അല്ലെങ്കിൽ 2 കുട്ടികൾക്ക് വരെയാണ് ഈ സ്റ്റൈപ്പൻഡിന് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ടാപ്പർക്ക് അർഹതയുണ്ടാവുക. ഹോസ്റ്റൽ ഫീസ് പരമാവധി 8 മാസമോ അല്ലെങ്കിൽ കോഴ്സിൻ്റെ കാലാവധി ഏതാണോ കുറവ് അതാണ് നൽകുന്നത്. അതായത് ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് പരമാവധി 8 മാസത്തേക്കാണ് നൽകുക. ഇനി മറിച്ച് ചില കോഴ്സുകൾ അതിൽ കുറഞ്ഞ കാലാവധിയുള്ള കോഴ്സുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏതാണോ കുറവ് ഏതാണോ അതാണ് നൽകുക. ഇനി കോഴ്സ് സെമസ്റ്റർ രീതിയിലാണെങ്കിൽ പരമാവധി 4 മാസത്തെ ഫീസാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുക. മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്തെല്ലാം രേഖകളാണ് കൊടുക്കേണ്ടത്. അപേക്ഷയോടൊപ്പം തൊഴിൽ സർട്ടിഫിക്കറ്റ്, പഠിക്കുന്ന സ്ഥാപനത്തിലെ മേലധികാരിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ഹോസ്റ്റൽ ഫീ രസീത്, നിങ്ങളുടെ ഏരിയയിലുള്ള റബ്ബർ ഉൽപാദക സംഘം പ്രസിഡന്റിൻ്റെ സാക്ഷ്യപത്രം, ഹാൾ ടിക്കറ്റ്, ആധാർ കാർഡ് കോപ്പി എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.